ഹലോ, ഞാനൊരു ചെറിയ കാര്യം ഷെയർ ചെയ്യാനായിട്ട് വന്നതാട്ടോ. അതായത് ഒരു 2-3 ആഴ്ച മുമ്പ് ഞാനൊരു പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോയി. അപ്പോൾ അവിടെ കൊയറിലുണ്ടായിരുന്നൊരു ചേട്ടൻ കുർബാനയ്ക്ക് മുമ്പ് സങ്കീർത്തിയിലേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, "ആ, എന്താ പേര് അച്ഛൻ്റെ?" അപ്പോൾ ഞാൻ പറഞ്ഞു, "എൻ്റെ പേര് ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി." എന്നിട്ട് പറഞ്ഞു, "അപ്പോൾ ഏത് ഇടവകയിലാണ്?" ഞാൻ പറഞ്ഞു, "കണ്ടശാങ്കട ഇടവകയിലാണ്." പിന്നെ എന്നോട് ചോദിച്ചു, ഏത് വർഷമായിരുന്നു ഓർഡിനേഷൻ, അങ്ങനെ എന്നെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചിട്ട് അദ്ദേഹം അങ്ങനെ പോയി. കൊയറിൻ്റെ പാട്ടുകൾ ചോദിച്ചതിന് ശേഷം അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് തൃശ്ശൂർ അതിരൂപതയിൽ ഒരു കൊയർ മെമ്പറിനെ എന്നെ അറിയില്ലെന്നോ? സാധാരണഗതിയിൽ എന്നോട് വന്ന് ചോദിക്കും ഇങ്ങനെ, അച്ഛനെ എവിടെ നിന്നാണ്, അങ്ങനെയല്ല ചോദിക്കുക. സാധാരണഗതിയിൽ എന്നോട് വന്ന പാടെ പറയും, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ, അച്ഛൻ ആടുംപാതിരിയല്ലേ, ഡാൻസ് കളിക്കുന്ന അച്ഛനല്ലേ, ഞങ്ങൾക്കറിയാട്ടോ, അച്ഛൻ്റെ റീൽസൊക്കെ കാണാറുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ ഈ മനുഷ്യൻ എന്നെ ഒട്ടും ഇല്ലാതെ ഇങ്ങനെ വന്ന് സംസാരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, എന്താ ഇങ്ങനെയൊക്കെ. എന്നിട്ട് കുർബാന കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്നെ അടുത്ത് വന്നിട്ട്, അച്ഛാ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, കൊയറൊക്കെ ഓക്കെ ആയിരുന്നില്ലേ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇത് കുർബാന കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ആക്ച്വലി ഞാൻ ഇത്രയും സെലിബ്രിറ്റി ഒക്കെയാണ്, ഇച്ചിരി ഫേമസ് ആണ്, യൂട്യൂബിൽ അടിച്ചു നോക്ക്, എന്നെ കാണാം, ഞാൻ തൃശ്ശൂർ രൂപതയിലെ ആടും പാതിരി എന്നറിയപ്പെടുന്ന അച്ഛനാണ്, അറിയില്ലല്ലേ? ഓക്കെ, യൂട്യൂബൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, നമ്മുടെ ഉദയനാണ് താരം സിനിമയിലെ ശ്രീനിവാസന്റെ പോലെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, അദ്ദേഹം അങ്ങനെ പോയി, ഞാൻ തിരിച്ചു വന്നു. പിന്നെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചനം വായിച്ചത്. അപ്പോൾ പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു ഭാഗമാണ് അത് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ആത്മപരിശോധന സമയത്ത്, ഇത് തന്നെയല്ലേ എൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു, വായിച്ച കാര്യങ്ങളൊക്കെ. അമത്രേസ്യ പുണ്യവതി പറഞ്ഞിട്ടുള്ളത് ഈ കീർത്തിദാഹം ആത്മാവിനെ കാർന്ന് തിന്നുന്ന വസന്തയാണെന്നാണ് അമത്രേസ്യ പറഞ്ഞത്. അപ്പോൾ ഞാനും നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നഴ്സിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയബറ്റീസ്, ഷുഗർ, അത് സൈലന്റ് കില്ലർ ഓഫ് ദ ബോഡിയാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് ഈ സംഗതി. അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വേരൂന്നിരിക്കുന്നുണ്ടാവും. എനിക്ക് മനസ്സിലായി, ഒരു സംഗതി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹാരം കണ്ടെത്താൻ എളുപ്പമാണ്. രോഗമാണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു രോഗം കീർത്തിദാഹം അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അത് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അതായത് രോഗം ഡയഗ്നോസ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, ചിലപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് ആവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.